നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ സന്ദീപ് ഇതുവരെ റെഡിയായില്ലേ മോളെ? അവനിപ്പോ വരും അച്ഛാ. ആ അനൂപ് എത്തിയില്ലേ? ഇപ്പൊ വരും. ആ ആ നടക്ക്. ചെല്ല. എഴുന്നേക്ക്. നന്നായി വരും മോളെ, നന്നായിട്ട് വരണം. മോളെ സന്ദീപിന് മണ്ഡപത്തിൽ ചെന്നിട്ട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കാം. മുന്നോട്ടുള്ള വലിയൊരു കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം എന്ന് എൻ്റെ അവന്തികയുടെയും ഒരു ആലോചനയിൽ നിന്നാ ഇത് ഇത്രത്തോളം ആയത്. ആദ്യം ഈ വിവാഹം മുടങ്ങിപ്പോയെങ്കിലും ഇപ്പൊ ഇത് നടക്കുന്നത് ഇത് ഞാനും അവന്തികയും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഈശ്വരൻ തീരുമാനിച്ച് കഴിഞ്ഞതിനാലാണ്. അതിനെല്ലാം ഉപരി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ രണ്ട് മക്കളും എതിർത്തൊരു വാക്ക് പോലും പറയാതെ ഇതിനെ സമ്മതിച്ചു. അച്ഛനെന്ന നിലയിലും ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്ന നിലയിലും അതിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴുള്ളതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും എന്നും ഇതുപോലെ പരസ്പരം സ്നേഹിക്കാൻ കഴിയട്ടെ. എനിക്കുറപ്പുണ്ട് അനഘയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ലൊരു ഭർത്താവായിരിക്കും സന്ദീപ്. എന്റെ മകനായതുകൊണ്ട് പറയുമല്ലോ, ഇവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആരെയും ചതിക്കാനോ വിഷമിപ്പിക്കാനോ അറിയില്ല.
ജീവിതത്തിൽ എന്നും ഉയർച്ചകളെ ഉണ്ടാകും. എനിക്ക് എൻ്റെ മോനോട് ഒരു അപേക്ഷയുള്ളത്, നീ ഒരിക്കലും അനഘയെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. അനഘ നിന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ മാത്രം വിശ്വസിച്ച ഒരു പെണ്ണ് നമ്മളെ സ്നേഹിക്കുന്നത്. അത്രയും ആഗ്രഹത്തോടെയാ കൂടെ ജീവിക്കാൻ തയ്യാറാവുന്നത്. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. മൂർത്തിയണ്ണ, നീ എന്തോ പരിപാടി? ചില പരിപാടികളൊക്കെ ഉണ്ട്. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്നെയും കൂടി കൂടെ കൂട്ടാവോ? ഞാനെന്താ ഇവരെ പോലെ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് അണ്ണന്റെ കൂടെ നിന്നോളാം. നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? നീ എന്തൊക്കെ ചെയ്യും? മാന്യമായ എന്തും ചെയ്യും. ഓ, അപ്പൊ വേണ്ടനിയാ. മാന്യമായതൊന്നും ഞാൻ ചെയ്യാറില്ല. ആ, നീ വിഷമിക്കാതെ നമുക്ക് നോക്കാം. നീ നിൽക്ക്. വിശ്വസിക്കാൻ പറ്റുന്നതാണോന്നൊക്കെ ഞാൻ നോക്കട്ടെ. അയ്യോ, വിശ്വസിക്കണ. കണ്ണുടച്ച് വിശ്വസിക്കാം. ഈ വിശ്വാസം അല്ലേ അല്ല. എന്താണ് അർച്ചന ഒരു ടെൻഷൻ? അല്ല, പ്രസവമുറിയുടെ മുന്നില് ഭർത്താക്കന്മാരെ ടെൻഷനോടെ നടക്കുന്നത് പോലെ നടക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. എല്ലാം നിങ്ങളോട് പറയണോ? വേണ്ട, എന്നോട് പറയണ്ട. നിന്റെ ഒരുപാട് ടെൻഷനിൽ ഒരെണ്ണം എന്താന്ന് എനിക്കറിയാം. ഈ വിവാഹം എങ്ങനെ നിർത്തിവെപ്പിക്കാന്നല്ലേ? എന്നാ അതിനു വേണ്ടി നീ ഒരുപാട് ടെൻഷൻ അടിക്കണ്ടെന്നേ ഞാൻ പറയും. കാരണം അതിന് നിന്നെ കൊണ്ട് സാധിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.